മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അമേരിക്കയുടെ അധിക തീരുവ പ്രഹരം മറികടക്കാൻ ഇന്ത്യ 40 രാജ്യങ്ങളിലേക്ക് ടെക്സ്റ്റൈൽസ് കയറ്റുമതി വർദ്ധിപ്പിക്കും. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, UK, കാനഡ, ജപ്പാൻ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെ 40 രാജ്യങ്ങളാണ് ഈ പരിഗണനയിലുള്ളത്. പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവരുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അച്യുതൻ, അമേരിക്കയിലേക്ക് ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ വലിയ ശതമാനം കയറ്റുമതി, അത് പ്രത്യേകിച്ചും നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോൾ 50% തീരുവ വന്നതോടുകൂടി തന്നെ വലിയ നഷ്ടത്തിലാകും ഇവിടുത്തെ വ്യവസായികൾ എന്നൊക്കെയുള്ള വിലയിരുത്തൽ നേരത്തെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു US-ന്റെ ഈ അധിക ചുങ്കം. പക്ഷേ അതിനെ മറികടക്കാൻ ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ ഘട്ടത്തിൽ ഏതൊക്കെ രാജ്യങ്ങളുമായാണ് ഒരു പുതിയ ഡീൽ ഇന്ത്യ ശ്രമിക്കുന്നത്? പ്രജിൻ, US ഏർപ്പെടുത്തിയ 50% അധിക തീരുവ അത് മറികടക്കാനുള്ള പ്രാരംഭഘട്ട നടപടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അതായത് 40 രാജ്യങ്ങളിലേക്ക് ടെക്സ്റ്റൈൽസ് കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനം. ഈ 50% അധിക തീരുവ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രഹരമേൽപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ടെക്സ്റ്റൈൽസ് കയറ്റുമതി. ഒപ്പം തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ആ പട്ടികയിലുണ്ട്. എന്തായാലും അതിൽ പ്രാരംഭഘട്ടം ടെക്സ്റ്റൈൽസ് കയറ്റുമതി അത് 40 രാജ്യങ്ങളിൽ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഈ രാജ്യങ്ങളുമായി കയറ്റുമതി ഉണ്ടെങ്കിൽ കൂടിയും വിപണി വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ആ കയറ്റുമതി വർദ്ധിപ്പിക്കാനായി ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, UK, കാനഡ, ജപ്പാൻ തുടങ്ങിയ 40 രാജ്യങ്ങളിലായിരിക്കും ഈ ടെക്സ്റ്റൈൽസ് കയറ്റുമതി വർദ്ധിപ്പിക്കുക. ഇതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ ഇപ്പോൾ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ അധിക തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ അത് കയറ്റുമതി US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിലാണ് ആ പ്രഹരമേറ്റത്. ടെക്സ്റ്റൈൽസ്, സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ വാഹന കയറ്റുമതി, വാഹനങ്ങളുടെ മറ്റ് ഭാഗങ്ങൾ, അതിൻ്റെ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലെല്ലാം തന്നെ ഈ പ്രഹരമേറ്റിട്ടുണ്ട്. എന്തായാലും അത് മറികടക്കാൻ മറ്റു രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സാധ്യത തേടുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 40 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ ടെക്സ്റ്റൈൽ കയറ്റുമതിക്ക് ശ്രമിക്കുന്നു. മറ്റ് മേഖലകളിൽ നിന്ന്, വ്യവസായ മേഖലയിൽ നിന്നുള്ള കയറ്റുമതി കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.